സ്ത്രീധനം എനിക്ക് 25 പവനാണ് തന്നിരുന്നത്. അത് പോരാ, 101 കാറും വേണം, 101 കാറും പോയി വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നിരന്തരമായി പറയാൻ തുടങ്ങി. ഭർത്താവ് കണ്ടുപിടിച്ച് വരും. പിന്നെ ഭർത്താവ് എല്ലാവരോടും പൈസ വാങ്ങും. എന്നിട്ട് എൻ്റെ ഫോട്ടോവും എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ട് അവളെ വിളിച്ചു, അവളുടെ ആവശ്യങ്ങൾ അവളെ വിളിച്ചിട്ട് നടത്തി തരും, അവളെ വിളിച്ചാൽ മതി എന്ന് പറയാൻ തുടങ്ങി. അപ്പം എല്ലാവരും എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി നമ്പർ എല്ലാവരതും. പിന്നെ വേറെ നമ്പറിൽ നിന്ന് ഫോൺ വന്നു തുടങ്ങി. അപ്പം ഞാൻ ഭർത്താവിനോടും വീട്ടുകാരോടും പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞു, നിനക്കെന്താ കിടന്നു കൊടുത്തൂടെ, നിനക്കത് സഹകരിച്ചാൽ എന്താ, പിന്നെ അവൻ്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കിപ്പോൾ 4 മക്കളുണ്ട്. ഇപ്പോൾ 4 മക്കളിൽ 3 പേര് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. ഒരാൾ ഹസ്ബൻഡ് വീട്ടിൽ തന്നെയാണ്. അന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, DYFI നേതാവാണ്, പിന്നെ ജംഷീർ വാവാന്ന് പറയും. അവന് നിരന്തരമായ മക്കളില്ലാത്ത സമയങ്ങളിൽ വരും, കള്ളുപിടിച്ചിട്ടാണ് വരിക. ഭക്ഷണം വേണമെന്ന് പറയും. വിളമ്പി കൊടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ തോണ്ടുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞതിനോട് എന്താ വെച്ചാൽ, സാരമില്ല, വിട്ടുകള, നിൻ്റെ തോന്നലായിരിക്കും, ഇനി അതല്ല അങ്ങനെ ഉറപ്പാണെങ്കിൽ അവനങ്ങ് നിന്ന് കൊടുക്കുക, അവൻ്റെ ഇഷ്ടം തീർന്നിട്ട് പോട്ടെ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണിപ്പോൾ ഈ കഴിഞ്ഞ 17-ാം തീയതി വീട്ടിൽ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോകാൻ വേണ്ടി വരുമ്പോൾ വൈകുന്നേരം ഒരു 3 മണി, ഏകദേശം 3 മണി 3:30 അതിൻ്റെ ഇടയിൽ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഞാൻ ടേബിൾ മേൽ കൊണ്ട് വെച്ച് കൊടുത്തു. വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോൾ ഈ ജംഷീർ വാവ എന്ന് പറഞ്ഞ ചങ്ങായി എൻ്റെ ബാക്കിൽ വരികയും എൻ്റെ ബാക്കിലൂടെ വന്ന് ലൈംഗികമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനത് പിടിച്ച് തള്ളി മാറ്റി ഞാൻ ഓടി റൂമിൽ കയറി വാതിലടച്ച്. കാരണം കുറേ വിളിച്ചൊക്കെ ടേബിൾ മേലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, മൂപ്പര് മൈൻഡാക്കിയില്ല. അപ്പം ഞാൻ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് അവർ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ വാതിൽ തുറന്ന് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയത്.